അമ്മേ, പിരിയുന്നത് ആരൊക്കെ തമ്മിലാണെങ്കിലും അത് വേദന തന്നെയാണ്. എല്ലാം സ്വയം വരുത്തി വെക്കുന്നതല്ലേ? സൂരജ് വിദ്യയോട് സത്യം പറഞ്ഞതാണെന്നും അത് മറകളില്ലാതെ ജീവിക്കാൻ വേണ്ടിയാണെന്നും വിദ്യയ്ക്ക് മനസ്സിലാവും. ബീനാമ കരുതും പോലെ സൂരജിനെ വിദ്യ വേണ്ടെന്ന് വെക്കൊന്നുമില്ല. അതൊക്കെ മീരയ്ക്ക് വെറുതെ തോന്നുന്നതാ. മനോജ് ഹരിയേട്ടനെ വിളിച്ച് കാണണോന്ന് പറഞ്ഞിരുന്നു. അത് ഈ വിവാഹം വേണ്ടെന്ന് വെച്ചു എന്ന് പറയാനാണെന്ന് എനിക്ക് ഉറപ്പാ. വീട്ടുകാരെ എതിർത്ത് ഒരു കാര്യവും വിദ്യ ചെയ്യില്ല. അതവള് മുൻപേ പറഞ്ഞതാ. വിവാഹത്തിന് അവരെ എതിർത്താൽ വിദ്യ അങ്ങനെ ഇറങ്ങി വരുമൊന്നുമില്ല. അവര് സമ്മതിക്കുന്നത് വരെ വിദ്യ കാത്തിരിക്കും. പക്ഷേ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ലാന്ന് തോന്നിയാൽ അവൾക്ക് പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവൾ ഇവനെ വേണ്ടാന്ന് വെച്ചാൽ ഇവൻ അതിനെ ചിലപ്പോ അതിജീവിക്കും. പക്ഷേ വിദ്യയ്ക്ക് അതിന് സാധിക്കില്ല. ഇവനെ കാണാതായി എന്നറിഞ്ഞപ്പോ മനസ്സ് കലങ്ങിയിട്ട് ഭ്രാന്തിന്റെ അവസ്ഥയിൽ നിന്ന് അവള് തിരിച്ചു വന്നത്. നിങ്ങളിങ്ങനെ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടും ജീവിതം ഇല്ലാതാക്കരുത്. ബീനാമ പറയുന്നത് ശരിയാ. പക്ഷേ വിദ്യ ഇപ്പൊ എന്ത് തീരുമാനം എടുത്താലും അത് അമ്മാവനും അമ്മായിയും സപ്പോർട്ട് ചെയ്യാനാ സാധ്യത. പക്ഷെ ഈ കാര്യത്തിൽ അവര് വിദ്യയെ തിരുത്താനേ ശ്രമിക്കുള്ളൂ. അതെനിക്ക് ഉറപ്പാ. ആര് ശ്രമിച്ചാലും ആരുടെയും മനസ്സങ്ങനെ മാറ്റാനൊന്നും പറ്റില്ലമ്മേ. ഞാനും വിദ്യയും ഒന്നിക്കണമെന്നാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും ഞങ്ങൾ ഒന്നിക്കും. ഞങ്ങളുടെ സ്നേഹം സത്യമാണെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊന്നിലും ഒരു പേടിയൊന്നും തോന്നുന്നില്ല. ഇന്നലെ നിനക്ക് ഇത്രയും കോൺഫിഡൻസ് ഇല്ലായിരുന്നല്ലോ. ഇന്നലെ എനിക്ക് ചെറിയൊരു പതർച്ചയുണ്ടായിരുന്നു. അത് അമ്മ എന്നെ വെറുതെ ടെൻഷനാക്കിയതിൻ്റെ. പക്ഷേ ഇപ്പൊ എനിക്കില്ല. സൂരജിന്റെ വിശ്വാസം അവരുടെ സ്നേഹത്തിലുള്ള വിശ്വാസം. അതുകൊണ്ട് അവരുടെ കാര്യോർത്ത് ബീനാമ വിഷമിക്കണ്ട. എന്റെ മീരെ, ഇവൻ ഈ കാണിക്കുന്ന കോൺഫിഡൻസ് ഒന്നും ഇവന്റെ ഉള്ളിലില്ല. കുറച്ചു നേരം കഴിയുമ്പോ വിദ്യയെക്കുറിച്ച് ആലോചിച്ച് ഇവൻ തന്നെ വിഷമിക്കും. ഇപ്പൊ എന്നെ സമാധാനിപ്പിക്കാൻ എന്റെ മുമ്പിൽ ഇരുന്ന് അഭിനയിക്കുക ഇവൻ. എടാ, നീ ഈ കാണിച്ച മണ്ടത്തരത്തിന്റെ പേരിലേ കല്യാണം നടക്കാതെ ഇരുന്നിട്ട് അത് പറഞ്ഞ് വിഷമിക്കാനോ തലയ്ക്കടി കിട്ടിയതുപോലെ നടക്കാനോ പാടില്ല. ഓ, ആ വിദ്യയുടെ കാര്യം ആലോചിക്കുമ്പോ അതിനേക്കാൾ ടെൻഷനാ. അവൾക്ക് പഴയതുപോലെ എന്തെങ്കിലും വന്നു പോയാ പിന്നെ വീണ്ടും സുഖപ്പെടുത്തി എടുക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടേണ്ടി വരും. അതൊന്നും ഇല്ലമ്മേ, എല്ലാം ഓക്കെ ആവും. അമ്മ കണ്ടോ? അതെ, എല്ലാം ശരിയാവും. ബീനാമ ടെൻഷൻ ആവാതെ. ആ വിഗ്രഹത്തെക്കുറിച്ചും അതിന്റെ മഹത്വത്തെക്കുറിച്ചും അറിയാത്ത ആളൊന്നുമല്ലല്ലോ അവൻ. സ്വന്തം വീട്ടിൽ വെച്ച് പൂജ ചെയ്യുന്ന വിഗ്രഹം മോഷ്ടിക്കാൻ അവൻ എങ്ങനെ മനസ്സ് വന്നൂന്നേ എനിക്ക് മനസ്സിലാകുന്നില്ല. കുട്ടിക്കാലം മുതലേ അവനും ഈ വിഗ്രഹത്തിന്റെ പഴയ ക്ഷേത്രത്തിന്റെ ഒക്കെ കഥകൾ കേട്ടല്ലേ വളർന്നത്. ഒന്നും അറിയാത്ത ആളാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. പക്ഷെ ഇത് അതല്ലല്ലോ അവസ്ഥ. ഉള്ളത് പറയാലോ ഹരി, ഞാനിത് കേട്ട് ശരിക്കും ഞെട്ടിപ്പോയി. ഞാനും ഇത് അറിഞ്ഞപ്പോ ശരിക്കും ഞെട്ടിയതാ. പക്ഷേ ആരോടും ഒന്നും പറയാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അപ്പോ സൂരജിനെ എല്ലാരും ഒന്ന് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു. ഈ സമയത്ത് ഇങ്ങനെ ഒരു ബോംബ് എല്ലാവരുടെയും മനസ്സിൽ കൊണ്ടിടുമെന്നും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വിവാഹത്തിന് മുമ്പ് എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാ അവൻ എല്ലാം തുറന്നു പറഞ്ഞെന്ന് പറയുന്നു. അങ്ങനെ എല്ലാം പറഞ്ഞതോടെ അവന്റെ മനസ്സിന് ചിലപ്പോൾ സമാധാനം കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അത് അറിഞ്ഞതോടെ ബാക്കിയുള്ളവരുടെ മനസ്സമാധാനം പോയി. എന്തിന്റെ പേരിലായാലും ആ വിഗ്രഹം എടുത്ത് വിൽക്കാൻ ശ്രമിച്ചത് അമ്മയ്ക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ആരൊക്കെ വിവാഹത്തിന് സമ്മതിച്ചാലും അമ്മ അതിന് സമ്മതിക്കുകയില്ല. സാവിത്രി അമ്മയ്ക്കൊന്നല്ല, ഇതാർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു കണക്കിന് സൂരജ് ഈ കാര്യം തുറന്നു പറഞ്ഞത് നന്നായി.
വിവാഹത്തിന് ശേഷം മറ്റാരെങ്കിലും പറഞ്ഞ് ഇതൊക്കെ എല്ലാവരും അറിയുന്ന ഒരവസ്ഥ വന്ന അത് വലിയൊരു പ്രശ്നമായേനെ. ഇപ്പോഴും പ്രശ്നത്തിന് കുറവൊന്നുമില്ല ഹരി. അമ്മയ്ക്ക് മാത്രമല്ല, ഇപ്പൊ ആർക്കും വിദ്യയുടെ സൂര്യന്റെ വിവാഹത്തിന് സമ്മതമൊന്നുമല്ല. സ്വാഭാവികമായി അങ്ങനൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവും. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷെ വിദ്യ ഇപ്പോഴും സൂരജിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അവള് എന്തെങ്കിലും പറയാതെ ഇത് വേണ്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എല്ലാരും വിദ്യയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് അവൾക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ വിവാഹം നടക്കില്ല. സത്യങ്ങളെല്ലാം സൂരജ് തുറന്നു പറഞ്ഞത് വിദ്യയുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതാ അവളിങ്ങനെ അനുകൂലിച്ച് നിൽക്കുന്നത്. എത്രയൊക്കെ ഒളിച്ചു വെക്കാൻ നോക്കിയാലും നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ തെറ്റാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, ആ കുറ്റബോധം ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടു പോകില്ല. അത് എന്നും നമ്മളെ വേട്ടയാടിക്കൊണ്ട് തന്നെ ഇരിക്കും. ആ വേദന സൂരജ് അനുഭവിക്കുന്നുണ്ടാവും. അതുകൊണ്ടാ അവനത് തുറന്നു പറയാൻ തോന്നിയത്. പക്ഷെ തെറ്റുകൾ ഏറ്റു പറഞ്ഞു എന്ന് കരുതി ചെയ്ത തെറ്റ് തെറ്റല്ലാതാകുന്നില്ലല്ലോ. മനോജ് പറയുന്നതെല്ലാം ശരിയാ. ഇതിലൊരു അഭിപ്രായം പറയാൻ പോലും എനിക്ക് യാതൊരു അവകാശവുമില്ല. നിങ്ങളുടെ തീരുമാനം എന്തായാലും അത് അംഗീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാ. ഹരിയുടെ സ്ഥാനത്ത് ഞാനായാലും ഈ അവസ്ഥയിൽ നിസ്സഹായനായി പോകും. ഹരി, സൂര്യനെ നമ്മൾ എത്രയോ തവണ പല പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അവന്റെ സ്വഭാവം നന്നാക്കാൻ എന്തൊക്കെ രീതിയിൽ ഉപദേശിച്ചു. ഒടുവിൽ അവന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വന്നപ്പോ ശരിക്കും നമ്മൾ എന്തുമാത്രം സന്തോഷിച്ചു. പക്ഷെ ഇതിനിടയിൽ അവൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടാവുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. ഒരു പക്ഷേ ഈ തട്ടിക്കൊണ്ടു പോലും പണം ആവശ്യപ്പെടലൊന്നും നടന്നില്ലായിരുന്നെങ്കിൽ അവൻ ഈ കാര്യം തുറന്നു പറയുമായിരുന്നു. അറിയില്ല. സൂരജ് എന്തായാലും വിവാഹത്തിനു മുമ്പ് എല്ലാം പറയുമായിരുന്നു എന്നാ ബീന പറഞ്ഞത്. ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഈശ്വരൻ എന്തിനാ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെന്ന് ആലോചിക്കും. സൂരജിനെ കാണാതായി, വിദ്യയ്ക്ക് വയ്യാതായപ്പോൾ നമ്മൾ വല്ലാത്ത ടെൻഷനിലായി. പക്ഷെ അതോട് ധന്യയുടെ ആറ്റിറ്റ്യൂഡ് മാറി വിവാഹത്തിന് സമ്മതം പറഞ്ഞതും ബീനിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് അവർ സൗഹൃദത്തിലായതും എല്ലാം നല്ല കാര്യമായിട്ടാണ് തോന്നിയത്. പിന്നീട് വിദ്യയുടെ അസുഖം മാറി സൂരജിനെ തിരിച്ചു കിട്ടുക കൂടി ചെയ്തപ്പോൾ ഞാൻ കരുതി ഇതെല്ലാം സംഭവിച്ചത് വിദ്യയുടെയും സൂരജിൻ്റെയും വിവാഹം എതിർപ്പുകളില്ലാതെ സംഭവിക്കാൻ ഈശ്വരൻ ചെയ്തൊരു കുസൃതിയാവുന്ന. പക്ഷേ ആ ചിന്തകളെയും തോന്നലുകളെയും എല്ലാം ഇല്ലാതാക്കിയാണ് ഈ വിഗ്രഹത്തിൻ്റെ കാര്യം ഇപ്പം മനോജ് അറിഞ്ഞത്. നമ്മൾ ചിന്തിക്കുന്നതാവില്ല ഈശ്വരന്റെ തീരുമാനം. അതെന്താണെന്ന് സംഭവിച്ചതിന് ശേഷം മാത്രമേ അറിയൂ. അതെ, എന്തായാലും നമ്മൾ അനുഭവിച്ചേ തീരും. വിദ്യയുടെയും സൂര്യന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാവും സംഭവിക്കുക. ഭഗവാൻ അവർക്ക് എന്താ കാത്തുവെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളതിൽ ടെൻഷൻ ആവണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. ശരി, ഓക്കെ. ആദർശ് തിരക്കിലാണോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. തിരക്കിലാണ്, പക്ഷേ സംസാരിക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. വിഘ്നേഷ്, കാര്യം പറ. കമ്പനിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? അതല്ല, എനിക്ക് സംസാരിക്കാനുള്ളത് കുറച്ച് പേഴ്സണൽ കാര്യമാണ്. വിഘ്നേഷ്, പ്ലീസ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനല്ല ആദർശ്, ഞാൻ ആദർശിനെ കാണുന്നത് സ്വന്തം സഹോദരനായിട്ട് തന്നെയാണ്. അതുകൊണ്ട് ആദർശിന്റെ ലൈഫിലൊരു പ്രശ്നം ഉണ്ടാവുന്നത് അതെനിക്ക് കണ്ടു നിൽക്കാനാവില്ല. പറഞ്ഞു, എന്താ പറയാനുള്ളത്? മീരയുടെ കാര്യം തന്നെയാ. മീരയുടെ കാര്യത്തില് ആദർശ് എടുത്ത തീരുമാനം തെറ്റാണ്. അതൊന്നും മനസ്സിലാക്കണം. എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. എന്താണ് ചെയ്യുന്നതെന്നും അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണ്
ഞാൻ ഡിസിഷൻ എടുക്കുന്നത്. അത് ആദർശ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ആദർശ് തെറ്റുകൾക്ക് മേലെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സാഹചര്യത്തിലും സ്വഭാവത്തിലുള്ള രണ്ടുപേര് ഒന്നിച്ച് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സാധാരണമാണ്. അതൊക്കെ പരസ്പരം ക്ഷമിച്ച് സ്നേഹിച്ച് മുന്നോട്ട് പോവല്ലേ വേണ്ടത്. എനിക്ക് ലൈഫ് ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല, അതിന്റെ ആവശ്യമില്ല. പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ലെങ്കിൽ പിരിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കുന്നത് തെറ്റാണെന്ന് കരുതാൻ അത്ര ഇടുങ്ങിയ ചിന്താഗതിയൊന്നും എനിക്കില്ല. ആദർശ് ഈ പറയുന്നത് കേൾക്കാൻ സുഖമുള്ള കാര്യം തന്നെയാ. പക്ഷേ ജീവിതത്തിലേക്ക് വരുമ്പോ അത് പ്രാക്ടിക്കലാക്കാൻ ബുദ്ധിമുട്ടാ. നമ്മൾ എടുത്തുചാടി തീരുമാനിക്കുന്ന ഇത്തരം കാര്യങ്ങള് ചുറ്റുമുള്ള എത്ര പേരെ വേദനിപ്പിക്കുന്നുണ്ടാവും. അതുകൂടി ഓർക്കണ്ടേ? എന്തിന്? ഇത് എന്റെ വ്യക്തി ജീവിതമാണ്. ഇവിടെ ഞാൻ ചിന്തിക്കേണ്ടത് എന്റെ സന്തോഷമാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വയം വേദനിക്കാനും ടെൻഷൻ അടിക്കാനും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പറയുന്നൊന്ന് ആദർശ് മനസ്സിലാക്കാൻ ശ്രമിക്കേ. മീരയ്ക്കും ആദർശിനോടെ സംഭവിച്ചിരിക്കുന്നത് പകുതിയോളം ആദർശിന്റെ ഈഗോ കൊണ്ടുണ്ടായ കാര്യങ്ങളാ. ആദർശിയെ കാണിച്ച ഈഗോ ഞാൻ കാണിച്ചിരുന്നെങ്കില് എന്നേ ഞാനും അഭിരാമിയും ഡിവോഴ്സ് ആയനെ. അതിന് പറയുന്ന പേര് ഈഗോ എന്നല്ല വിഘ്നേഷേ, സെൽഫ് റെസ്പെക്ട് എന്നാ. അതില്ലാത്തവർക്ക് എന്തും അഡ്ജസ്റ്റ് ചെയ്യാനും ജീവിക്കാനൊക്കെ സാധിച്ചെന്ന് വരും. പക്ഷേ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നിങ്ങളുടെയൊക്കെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പറയുന്ന കാര്യങ്ങൾക്കും ആ വിലയെ തരികയുള്ളൂ എന്നുള്ള കാര്യവും എനിക്കറിയാം. അതുകൊണ്ട് കൂടിയാ ഇത്രയും കാലം ഞാനും ഒന്നും മിണ്ടാതിരുന്ന. അല്ലെങ്കിൽ ആദർശ് മീരെ വീട്ടിൽ കൊണ്ട് വിട്ടപ്പോഴേ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിച്ചേനെ. മീരെ പോലൊരു ഭാര്യ ഏതൊരു പുരുഷന്റെയും സ്വപ്നമാണ് ആദർശ്. ആദർശിന് വലിയൊരു പ്രശ്നം ഉണ്ടായപ്പോ എല്ലാവരും ആദർശിനെ സംശയിച്ചു. അപ്പോഴും ആദർശിനൊപ്പം നിന്ന് ആദർശിനെ രക്ഷിച്ചെടുത്ത ആളാണ് മീര. അങ്ങനെ ചെയ്യാൻ മീര എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് നേരിൽ കണ്ട ആളാണ് ഞാൻ. അതിന്റെ നന്ദിയെങ്കിലും കാണിക്കണം ആദർശേ. ഞാനൊരു കാര്യം പറയാം വിഘ്നേഷ്. അബിക്കും വിഘ്നേഷിനോടിയിൽ പല പ്രശ്നങ്ങളുണ്ട്. പലതും എനിക്കും അമ്മയ്ക്കും പോലും അറിയില്ല, അല്ലേ? അതെ. പക്ഷേ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് വിഘ്നേഷ് ഭാഗ്യവാനാണ്. ആരും കൊതിക്കുന്നൊരു ജീവിതം. ദേവ ബിൽഡേഴ്സ് പോലൊരു സ്ഥാപനത്തിന്റെ അവകാശി. 100% ഭാഗ്യവാൻ. പക്ഷേ യഥാർത്ഥത്തിൽ വിഘ്നേഷ് ഹാപ്പിയാണോ? അല്ലല്ലോ. അല്ല എന്ന് കരുതി ഞാൻ അബിയെ ഉപേക്ഷിച്ചു പോവല്ലോ ആദർശേ. അതിന്റെ കാരണം എനിക്കും വിഘ്നേഷിനും അറിയാം. പുറത്തുനിന്ന് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് നോക്കി അഭിപ്രായം പറയാൻ എളുപ്പമാണ്. പക്ഷേ ഭാര്യാഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നം അവർക്ക് മാത്രമേ അറിയൂ. ഞാനും മീരയും പിരിയുന്നതിന് എനിക്ക് വേണ്ടത് മീരയുടെ അനുവാദമാണ്. മീര എന്നെ മനസ്സിലാക്കി ഒപ്പം നിൽക്കുന്നു ഞാൻ വിശ്വസിക്കുന്നുമുണ്ട്. തൽക്കാലം എന്റെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കാനും നേരം കളയാനും നിൽക്കാതെ വിഘ്നേഷ് ജിമ്മി പോകാൻ നോക്ക്. കാര്യങ്ങളൊന്നും മുടങ്ങണ്ട. ബീന പറഞ്ഞതുപോലെ തന്നെ വിവാഹം വേണ്ടാന്ന് വെക്കുന്ന കാര്യം പറയാനാ മനോജ് എന്നെ വിളിപ്പിച്ചത്. ഞാനിത് പ്രതീക്ഷിച്ചതാ. അതുപോലെ തന്നെ വന്നത് കണ്ടോ. എടാ, ഞാൻ നിന്നോട് മലയാളത്തിൽ പറഞ്ഞതല്ലേ, അപ്പൊ നിന്റെയൊക്കെ കോൺഫിഡൻസ് എന്തായിരുന്നു? എല്ലാം തീർന്നപ്പോ സമാധാനമായല്ലോ. അമ്മാവൻ ഇത് എല്ലാവരുടെയും തീരുമാനമായിട്ടാണോ പറയുന്നത്? അതെ.
ധന്യയും സാവിത്രി അമ്മയും വിവാഹം വേണ്ടെന്ന് തന്നെ പറഞ്ഞു എന്നാ മനോജ് എന്നോട് പറഞ്ഞത്. വിദ്യയ്ക്കും അതേ തീരുമാനമാണോ? അങ്ങനെ വിദ്യ പറഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാവരും ചേർന്ന് വിദ്യയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുമെന്ന് മനോജ് പറഞ്ഞു. മുത്തശ്ശിക്ക് ഒരിക്കലും സൂരജിനോട് ക്ഷമിക്കാൻ പറ്റില്ല. എന്റെ അവസ്ഥ അത് തന്നെ ആവേണ്ടതാണ്. പക്ഷേ അന്ന് ആ വിഗ്രഹം ഈ വീട്ടിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്താൻ വേണ്ടിയാവും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചിന്തിക്കുമ്പോൾ മനുഷ്യരായ നമ്മളെല്ലാം ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാവും. ഒരു നല്ല കാര്യത്തിനായി ഒരു മോശം കാര്യം സംഭവിക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഓരോ കാഴ്ചപ്പാടിലും വ്യക്തമായ ഉത്തരങ്ങൾ കിട്ടും. അത്രയും ഭംഗിയായ ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ നയിക്കുന്നത്. അതിന്റെ നിഗൂഢമായ സത്യം ഭഗവാനെ അറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് സൂരജിനോട് എനിക്ക് ദേഷ്യം തോന്നാത്തെ. സാവിത്രിയമ്മയും മീര പറയുന്നത് പോലെ ചിന്തിച്ചാൽ ഈ പ്രശ്നം തീർന്നു പോയേനെ അല്ലേ? ഒരാൾ ഏത് രീതിയിൽ ചിന്തിക്കണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ബീന? ചിലപ്പോഴൊക്കെ അത് സാധിച്ചേക്കും. അങ്ങനെ ഒരു സാഹചര്യത്തില് സാവിത്രിയമ്മയെ കിട്ടിയാൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ബീനാമ്മ എന്ത് ചെയ്താലും മുത്തശ്ശിക്ക് അതൊക്കെ മനസ്സിലാവും. പക്ഷേ വിദ്യയുടെ നിലപാട് എന്താണെന്നറിയണം. അത് അനുകൂലമാണെങ്കിൽ ബാക്കിയൊക്കെ വിദ്യയുടെ വഴിക്ക് തന്നെ വരും. അതിപ്പോ എങ്ങനെ അറിയും? ഞാൻ വിദ്യയോട് സംസാരിക്കാം. അവളുടെ മനസ്സിൽ എന്താണെന്നറിയാം. ആ, അത് മതി. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? സ്നേഹം സത്യമാണ്, അത് എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ ഇപ്പൊ പറയാത്ത എന്താ? ബീനെ, എന്തിനാ വെറുതെ സൂരജിനെ ഓരോന്ന് പറയുന്നേ? അവൻ ചെയ്തത് ശരിയാണെന്ന് തന്നെയാ എനിക്കിപ്പോ തോന്നുന്നത്. ഹരിയേട്ടൻ അങ്ങനെ തോന്നിയാ മതി. പക്ഷേ വിഷമിക്കുന്നത് ഇവനല്ലേ? ബീന, ആദ്യ സമയത്ത് ഈ വിവാഹത്തെ ഏറ്റവും കൂടുതൽ എതിർത്ത ആളാണ് താൻ. തന്റെ ആറ്റിറ്റ്യൂഡ് മാറിയപ്പോ ബാക്കി എല്ലാവരും അതേ രീതിയിൽ മാറണോന്ന് കരുതുന്നതിൽ അർത്ഥമുണ്ടോ? ഞാൻ അങ്ങനെ വെറുതെ കരുതുന്നൊന്നും അല്ലല്ലോ ഹരിയേട്ടാ. ഇത്രയും ദിവസം എല്ലാവരും വിവാഹത്തിന് സമ്മതിച്ച അവസ്ഥയിലായിരുന്നല്ലോ. ഇപ്പൊ അവനൊരു സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരില് അതൊക്കെ മാറേണ്ട കാര്യമുണ്ടോ? പറഞ്ഞത് ചെറിയ കാര്യമൊന്നുമല്ലല്ലോ. മനോജിന്റെയും ധന്യയുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിലും ഇത് തന്നെയല്ലേ ചെയ്യൂ. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രയും നാള് സൂരജിനെ കാണാനില്ലെന്ന ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞ് വിവാഹം കഴിക്കാൻ ഒരു ജോലി എങ്ങനെ കിട്ടുമെന്ന ടെൻഷനായിരുന്നു. ഇപ്പോ വിവാഹം തന്നെ നടക്കുമെന്നുള്ള അവസ്ഥയിലായി. പണ്ട് മുതലേ ഇവൻ ഇങ്ങനെയാ. വരുംപരായികളെ കുറിച്ച് ചിന്തിക്കാതെ ഓരോന്ന് ചെയ്തു വെക്കും. എന്നിട്ട് വേദനിക്കുന്നത് മുഴുവൻ ഞാനായിരിക്കും. അമ്മേ, ഞാൻ അതൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാ വിദ്യയോടെല്ലാം പറഞ്ഞെന്ന് എത്ര തവണ പറഞ്ഞു. ഒന്നിന്റെ പേരിലും വിദ്യ എന്നെ വിട്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹരിയച്ചൻ പറഞ്ഞതൊക്കെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളല്ലേ. മീര വിദ്യയോട് സംസാരിക്കട്ടെ. അപ്പോ വിദ്യയുടെ നിലപാട് എന്താണെന്ന് അറിയാലോ. ശരി, ആരെന്ത് തീരുമാനം എടുത്താലും ഇല്ലെങ്കിലും നിനക്കും വിദ്യയ്ക്കും ഒന്നും സംഭവിക്കരുത്. എനിക്കത്രേ ഉള്ളൂ. ഹരിയേട്ടാ, ഇവര് വിഷമിക്കാതെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയാ ഇവരുടെ വിവാഹം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ, സൂരജ് പറയുന്നത് പോലെ വിദ്യ എന്താ പറയുന്നതെന്ന് അറിയട്ടെ. എന്തായാലും വിവാഹം എന്ന് പറയുന്നത് എല്ലാവരുടെയും സമൂഹത്തോട് നടത്തേണ്ട ഒരു ചടങ്ങാണ്.